himself, and that too on his special day, that is his birthday today. So that was a great experience. രണ്ട് സെന്റൻസ് അല്ല ഞാൻ പറയാം സമ്മറി. പാസ്റ്റ് നെവർ വിൽ ലെറ്റ് യു ഗോ ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇസ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ജോർജ് കുട്ടി. 200 കോടി കൺഫേം. വാഴ വെച്ച് ക്ലാസ് വെച്ചിരുന്നെങ്കിൽ വാഴ നെടുത്തടന്നേനെ. എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല സൂപ്പറാണ്. ഫസ്റ്റും സെക്കൻഡും അപേക്ഷിച്ച് അടിപൊളി. ഫസ്റ്റ് നല്ലപോലെ പിടിച്ചിരുത്തിണ്ട് നമ്മളെ വാഴ പൊട്ടിക്കും. അതെ, വാഴ പഠിക്കുന്ന പിന്നല്ല വാഴ വെച്ച് ക്ലാസ് വെച്ചിരുന്നെങ്കിൽ വാഴ നെടുത്തടന്നേനെ. അതായത് മോഹൻലാലിന്റെ അടുത്ത 100 കോടി ക്ലബ് എന്നാണോ നിങ്ങൾ പറയുന്നത്? 200 നടന്നു. നമ്മുടെ മലയാളത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും മുകളിൽ പടം പോയി. 2വിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതും 3 ആണ്. First day, first show, that too with the hero himself, and that too on his special day, that is his birthday today. So that was a great experience, great vibe, wonderful movie. The suspense was too good till the end, and it kept us holding till the end. And when the suspense opened, really I'm waiting for the remake in Bollywood as well. So hoping the movie runs very well. It will be a blockbuster hit. So wishing Mohanlal all the best on his birthday, and this is a special gift for him, I guess. Which part do you like most? First So part or the second part? last second part was a wonderful part because that was the real suspense of the movie, and we never ever expected how it will turn out to be, and it was really wonderful. Hero Mohanlal is the real hero of the movie. 3 cheers to Mohanlal. Hip hip hooray! Hip hip hooray! Hip hip hooray! Okay, Thank you. Like, we have come from Delhi for the first show. With limited understanding of Malayalam, we were conscious, but it was fantastic. Second half, as she mentioned, we loved it. Suspense after suspense, that to the 4 times. Wow, just too good. We enjoyed. Wish Mohanlal happy birthday. It is a great day for him and for us as well. Thank you. ഒന്നിനും രണ്ടിനും മൂന്നിനും അതിൻ്റെതായ യുണീക്നെസ് ഉണ്ട്, അതിൻ്റെതായ ഒരു കഥയുണ്ട്. 4 ഇനി എന്തായിരിക്കും എന്നുള്ളതിനൊരു ഐഡിയ പോലും ഇല്ലാതെയാണ് അവർ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സെറ്റ് സാധനം അത്രേ ഉള്ളൂ. 4 വേണ്ടി വെയിറ്റ് ചെയ്യണം ഉറപ്പായിട്ടും. വളരെ എക്സൈറ്റഡ് ആണ് 4 വേണ്ടിയിട്ട്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു യുണീക്നെസ് ഉണ്ട്. എല്ലാത്തിൻ്റെ ആ ഒരു യുണീക്നെസ് അവർ അതിൻ്റെതായ രീതിയിൽ അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നിനും വെച്ചാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, ഇത് ഇങ്ങനെയായിരിക്കും. ആ പ്രഡിക്ഷൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് യെസ്, ഓഫ് കോഴ്സ്. സോഷ്യൽ മീഡിയയിലൊക്കെ 3 കൊള്ളൂല, അത് ഇനി കഥയൊന്നും ഉണ്ടാവില്ല, ഒരു രക്ഷ ഉണ്ടാവില്ല, ഒരു ഇതാന്ന് പറഞ്ഞിട്ട്. പക്ഷേ തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ രക്ഷയില്ല. മസ്റ്റ് വാച്ചാണ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഇത്രയും വലിയ ഫാൻ ഷോ ആയിട്ടും തിയേറ്ററിൽ അങ്ങനെ അതിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ല. സാധാരണ മോഹൻലാലിൻ്റെ മാസ് പടത്തിന് പോകുമ്പോൾ എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യും നമ്മളെ, ലൈക്ക് സൗണ്ട്. ഇറ്റ്സ് നോട്ട് ഒഫെൻസീവ് അല്ല, പക്ഷേ എന്നാലും ഇപ്പം ഇതിനകത്ത് എല്ലാവരും എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുന്നു, കാണാനായിട്ട് ഇരുന്നു. അതാണ് ഏറ്റവും ആ ജീത്തു ജോസഫിൻ്റെ ബ്രില്യൻസ്. രണ്ട് സെന്റൻസ് അല്ല ഞാൻ പറയാം സമ്മറി. പാസ്റ്റ് നെവർ വിൽ ലെറ്റ് യു ഗോ ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇസ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ജോർജ് കുട്ടി. അതാണ് ഈ കഥയുടെ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ജോർജ് കുട്ടി. ഇതെന്താണ് അഭിപ്രായം? മൊത്തത്തില് ദൃശ്യം ഫസ്റ്റ് വന്ന ദൃശ്യം സെക്കൻഡ് വന്ന ദൃശ്യം തേർഡ് വരെയാണ്. ഈ ഫോർത്തിന് ഒരു അനൗൺസ്മെന്റ് എന്തായാലും ഉറപ്പാണ് തകർക്കും. അത് ബോക്സ് ഓഫീസ് ഫുള്ളി കിട്ടും. 200 കോടി കൺഫേം. നിങ്ങൾ തന്നെയാണോ? അതെ അല്ല ദൃശ്യം അതങ്ങനെയല്ല. അല്ലല്ല സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു?